ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. എല്ലാവർക്കും KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക്സ് ആണ്. സബ്ജക്റ്റ് കോഡ് വരുന്നത് CET 203 ആണ്. 2019 സ്കീമിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, 2019 സ്കീമിലെ ഡിസംബർ 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം KTU 3 hours ടൈമിലെ 100 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് CET 203 ആണ്. 3 hours ടൈമിൽ 100 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വരുന്നത്, ക്വസ്റ്റ്യൻ പേപ്പറിന് മെയിനായിട്ട് 2 പാർട്സ് ആണുള്ളത്. പാർട്ട് എ, പാർട്ട് ബി. പാർട്ട് എയിൽ വരുന്നത് 3 മാർക്സിൻ്റെ 10 ക്വസ്റ്റ്യൻ ആണ്. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വെച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ടോട്ടൽ 30 മാർക്സ്. ഓക്കെ, ദെൻ പാർട്ട് ബിയിൽ വരുന്നുണ്ടാവാം 70 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഓരോ മൊഡ്യൂളിൽ നിന്നും 14 മാർക്സ് വെച്ച്, അങ്ങനെ 5 മൊഡ്യൂളിൽ നിന്ന് 40 മാർക്സ്, ടോട്ടൽ 70 മാർക്സിനാണ്. അപ്പോൾ പാർട്ട് ബിയിലെ ഓർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ ഈസിയസ്റ്റ് നോക്കിയിട്ട് നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ഓർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് ചൂസ് ചെയ്ത് സോൾവ് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് കടക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സിലബസ് വരുന്നത്, ഓക്കെ, ഫസ്റ്റ് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ദി സബ്ജക്റ്റ് ആണ്. അതിൽ വരുന്നത് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആണ്. അതിൻ്റെ ഉള്ളിൽ മാസ് ഡെൻസിറ്റി, സ്പെസിഫിക് വെയിറ്റ്, വിസ്കോസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി. ദെൻ വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. അതിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. ദെൻ വരുന്നത് ഫ്ലൂയിഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിൻ്റെ ഉള്ളിൽ വരുന്നത് വേരിയേഷൻ ഓഫ് പ്രഷർ ഇൻ എ ഫ്ലൂയിഡ്, ദെൻ മെഷർമെൻറ്റ് ഓഫ് ഫ്ലൂയിഡ് പ്രഷർ യൂസിങ് പീസോമീറ്റേഴ്സ് ആൻഡ് മാനോമീറ്റേഴ്സ്, ദെൻ യൂട്യൂബ് മാനോമീറ്റേഴ്സ്. ദെൻ വരുന്നത് ഫോഴ്സസ് ഓൺ ഇമ്മേഴ്സ്ഡ് പ്ലെയിൻ പ്ലേസ്ഡ് വെർട്ടിക്കൽ ആൻഡ് ഇൻക്ലൈൻഡ് പൊസിഷൻ. ദെൻ വരുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ കർവ്ഡ് സർഫസ് ആണ്. ദെൻ വരുന്നത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ പ്രഷർ ഓൺ ദി സ്പിൽവേ ഗേറ്റ്സ്. ഇതാണ് സിലബസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് എയിലെ മൊഡ്യൂൾ 1 ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സിമ്പിൾ മാനോമീറ്റർ ആൻഡ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആൻഡ് അബ്സല്യൂട്ട് പ്രഷർ ആൻഡ് ഗേജ് പ്രഷർ. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് സിമ്പിൾ മാനോമീറ്റേഴ്സും ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സും എന്താണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് 1.5 മാർക്സും. ദെൻ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നത് അബ്സല്യൂട്ട് പ്രഷറും ഗേജ് പ്രഷറും, അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് 1.5 മാർക്സും. അപ്പോൾ രണ്ടും എന്താണെന്ന് എഴുതി അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ 3 മാർക്സ് കിട്ടുന്നത്. ഓക്കെ, ദെൻ അതിൽ സെക്കൻഡ് വരുന്നത് പ്രോബ്ലം ആണ്. ഓക്കെ, ദെൻ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് സിമ്പിൾ മാനോമീറ്റർ ആൻഡ് ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ്. ഓക്കെ, മാനോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാനോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മാനോമീറ്റേഴ്സ് ആർ ദോസ് പ്രഷർ മെഷറിംഗ് ഡിവൈസസ്. പ്രഷർ മെഷറിംഗ് ഡിവൈസസ് ആണ് മാനോമീറ്റേഴ്സ്, വിച്ച് ആർ ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസിങ് കോളം ഓഫ് ലിക്വിഡ്. നമുക്കറിയാം മാനോമീറ്റേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മാനോമെട്രിക് ലിക്വിഡ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് മാനോമീറ്ററിൻ്റെ വർക്കിംഗ് വരുന്നത്. ഓക്കെ, അപ്പോൾ ദെൻ ബാലൻസിങ് ദി കോളം ഓഫ് ലിക്വിഡ്, അത് ആ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മാനോമീറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ബൈ ദി സെയിം ഓർ അനദർ കോളം ഓഫ് ലിക്വിഡ്. സെയിം, അതായത് ഒരു മാനോമീറ്റേഴ്സ് നമുക്ക് ജസ്റ്റ് സിംഗിൾ മാനോമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ മാനോമീറ്റർ വരുന്നു. അതായത് ഈ ഒരു പോയിന്റിൽ പ്രഷർ നമുക്ക് മെഷർ ചെയ്യാം. ദെൻ 2 പോയിന്റിലെ പ്രഷർ നമ്മൾ മെഷർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഒരു പോയിന്റിലെ പ്രഷറും ഈ ഒരു പോയിന്റിലെ പ്രഷറും മെഷർ ചെയ്യാം. ഓക്കെ, അതാണ് ബൈ ദി സെയിം ഓർ അനദർ കോളം ഓഫ് ലിക്വിഡ്. സെയിം കോളം ഓഫ് ലിക്വിഡ് യൂസ് ചെയ്തും അനദർ കോളം ഓഫ് ലിക്വിഡ് യൂസ് ചെയ്തും നമുക്കിത് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് അപ്പോൾ മാനോമീറ്റേഴ്സ് ക്ലാസിഫൈഡ് ആസ് സിമ്പിൾ മാനോമീറ്റേഴ്സ് ആൻഡ് ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ആദ്യം സിമ്പിൾ മാനോമീറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. സിമ്പിൾ മാനോമീറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ മെഷറിംഗ് പ്രഷർ അറ്റ് എ പോയിന്റ്. അതായത് ഒരു പോയിന്റിലെ പ്രഷർ മെഷർ ചെയ്യാനാണ് നമ്മൾ സിമ്പിൾ മാനോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം എ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലെ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ മാനോമീറ്റേഴ്സ് യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ, ഓക്കെ, സിമ്പിൾ മാനോമീറ്ററിന് ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ യൂട്യൂബ് മാനോമീറ്റർ. ഇത് യൂട്യൂബ് മാനോമീറ്ററിൻ്റെ ഫിഗറാണ്. ഓക്കെ, simple manometers are used for measuring pressure at a point in a fluid contained in a pipe or a vessel. അതായത് ഇപ്പം എന്ന് പറയുന്നത് ഒരു പൈപ്പാണെന്ന് വിചാരിക്കുക. ഈ ഒരു സർക്കിൾ എന്ന് പറയുന്നത് ഒരു പൈപ്പാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ പൈപ്പിലെ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ മാനോമീറ്റർ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇൻ ജനറൽ എ സിമ്പിൾ മാനോമീറ്റർ കൺസിസ്റ്റ് ഓഫ് എ ഗ്ലാസ് ട്യൂബ് having one of its end connected to the gauge point
അതിൽ ഒരു എൻഡ് ഗേജ് പോയിന്റ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഗേജ് പോയിന്റ് നമുക്ക് എവിടുത്തെ പ്രഷറാണോ മെഷർ ചെയ്യേണ്ടത് അവിടുത്തെ ആ ഒരു പോയിന്റ് ആയിട്ട് ഒരു എൻഡ് കണക്റ്റഡ് ആയിരിക്കും. ഇതാണ് ഗ്ലാസ് ട്യൂബ് എന്ന് പറയുന്നത്. ഈ ഒരു പോർഷനാണ് ഗ്ലാസ് ട്യൂബ്. ഓക്കെ, അപ്പോൾ അതിൽ ഒരു എൻഡ് നമുക്ക് പ്രഷർ മെഷർ ചെയ്യേണ്ട ആ ഒരു പോയിന്റ്, അതായത് ഇവിടുത്തെ ഇപ്പോൾ എ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലാണ് പ്രഷർ മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതർ എൻഡ് ഓപ്പൺ ടു ദി അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഓക്കെ, ആൻഡ് ദി അതർ റിമെയിൻസ് ഓപ്പൺ ടു ദി അറ്റ്മോസ്ഫിയർ. സം ഓഫ് ദി കോമൺ ടൈപ്സ് ഓഫ് സിമ്പിൾ മാനോമീറ്റേഴ്സ്. സിമ്പിൾ മാനോമീറ്റേഴ്സിൻ്റെ എക്സാമ്പിൾ പീസോമീറ്റർ, യൂട്യൂബ് മാനോമീറ്റേഴ്സ്, ദെൻ സിംഗിൾ കോളം മാനോമീറ്റേഴ്സ്. ഇതപ്പോൾ ഒരു ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനും അത് രണ്ട് പാർട്ടായിട്ടാണ് വന്നേക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് ആദ്യം സിമ്പിൾ മാനോമീറ്ററും ഡിഫറൻഷ്യൽ മാനോമീറ്ററും എന്താണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ദെൻ അബ്സല്യൂട്ട് പ്രഷറും ഗേജ് പ്രഷറും എന്താണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ടോട്ടൽ 3 മാർക്സ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് 1.5 മാർക്സും ഇതിന് 1.5 മാർക്സും ആണ്. ഓക്കെ, അപ്പോൾ അതിന് ആ 1.5നെ അഗെയിൻ ഡിവൈഡ് ചെയ്തിട്ടാണ് സിമ്പിൾ മാനോമീറ്റേഴ്സിനും ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സിനും വരുന്നത്. അപ്പോൾ നമ്മൾ അത്രയ്ക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അത് എന്താണെന്ന് പറയാം. ജസ്റ്റ് ഈ ഒരു 3 എക്സാമ്പിൾ പീസോമീറ്റർ, യൂട്യൂബ് മാനോമീറ്റർ ആൻഡ് സിംഗിൾ കോളം മാനോമീറ്റർ ഇത് മൂന്നുമാണ് സിമ്പിൾ മാനോമീറ്ററിന് എക്സാമ്പിൾ നേടാം. ഓക്കെ, ദെൻ ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു 2 പോയിന്റിൽ പ്രഷർ ഡിഫറൻസ് എടുക്കാനാണ് നമ്മൾ ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ മെഷറിംഗ് ഡിഫറൻസ് ഓഫ് പ്രഷർ ബിറ്റ്വീൻ എനി 2 പോയിന്റ്സ് ഇൻ എ പൈപ്പ് ലൈൻ. അതായത് 2 പോയിന്റിൽ എനി 2 പോയിന്റ്സ് ഒരു പൈപ്പ് ലൈനിലെ എനി 2 പോയിന്റ്സ് തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ജനറൽ എ ഡിഫറൻഷ്യൽ മാനോമീറ്റർ കൺസിസ്റ്റ് ഓഫ് എ ബെൻഡ് ഗ്ലാസ് ട്യൂബ്. ബെൻഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ട്യൂബാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ ടു എൻഡ്സ് ഓഫ് വിച്ച് ആർ കണക്റ്റഡ് ടു ഈച്ച് ഓഫ് ദി 2 ഗേജ് പോയിന്റ്സ് ബിറ്റ്വീൻ. അതായത് ഇപ്പോൾ ഈ ഒരു എ എന്ന് പറയുന്ന പോയിന്റിലത്തെ പ്രഷർ ഡിഫറൻസ് എ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലും ബി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റും തമ്മിലുള്ള ഒരു പ്രഷർ ഡിഫറൻസ് നമുക്ക് മെഷർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഓക്കെ ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിൻ്റെ ഫിഗറാണ് ഇപ്പോൾ ജസ്റ്റ് വരച്ചത്. ഓക്കെ, അപ്പോൾ ഇതിൽ 2 ഗേജ് പോയിൻറ്റ്സിലെ പ്രഷർ ഡിഫറൻസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ മാനോമീറ്റർ ഈ 2 പോയിൻ്റായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇവിടെ ഒരു മാനോമീറ്റർ ലിക്വിഡ് എന്തായാലും അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. കോമൺലി നമ്മൾ മെർക്കുറി അല്ലെങ്കിൽ ഓയിൽ, സംടൈംസ് നമുക്ക് വാട്ടർ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ the 2 gauge points are connected and then the pressure difference between the 2 points are find out using manometer. Okay, some of the common types of differential manometers are 2 piezometer manometer, then inverted YouTube manometer, then YouTube differential manometer, then micro manometer. ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്നത് ജസ്റ്റ് ഒരു യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിൻ്റെ ഫിഗറാണ്. ഓക്കെ, ഫിഗർ വരയ്ക്കണമെന്നില്ല, ജസ്റ്റ് ഇതൊന്ന് എഴുതിയാൽ മതി. 1.5 മാർക്സിന് അഗെയിൻ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഹാഫാണ് നമുക്ക് ഈ ഡിഫറൻഷ്യൽ മാനോമീറ്ററിന് കിട്ടുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ അത്രയ്ക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. ജസ്റ്റ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ 2 പോയിന്റ്സിലെ പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറൻഷ്യൽ മാനോമീറ്റർ യൂസ് ചെയ്യുന്നത്. ദെൻ അതൊരു ബെൻഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ട്യൂബ് ആയിരിക്കും. അതിൽ രണ്ട് ഗേജ് പോയിന്റിലെ പ്രഷർ ഡിഫറൻസ് ആണ് നമുക്ക് മെഷർ ചെയ്യാനുള്ളത്. സോ ആ 2 പോയിന്റ്സ് ആയിട്ട് ഈ ഒരു മാനോമീറ്റർ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ദെൻ അതിൻ്റെ എക്സാമ്പിൾ എഴുതാം. സോ നമുക്ക് ആ മാർക്ക് 1.5ൻ്റെ ഹാഫ് മാർക്സ് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ദെൻ നമുക്ക് സെക്കൻഡ് വന്നിരുന്ന ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അബ്സല്യൂട്ട് പ്രഷർ ആൻഡ് ഗേജ് പ്രഷർ ആയിരുന്നു. ഓക്കെ, നമ്മൾ പ്രഷർ മെഷർ ചെയ്യുന്നത് മെയിനായിട്ട് 2 സിസ്റ്റത്തിലായിരിക്കും. 2 ഡിഫറെൻറ്റ് സിസ്റ്റത്തിലാണ് നമ്മൾ കോമൺ ആയിട്ട് പ്രഷർ മെഷർ ചെയ്യുന്നത്. ഒന്ന് അബ്സല്യൂട്ട് 0 ലെവലിൽ നിന്ന് നമ്മൾ പ്രഷർ മെഷർ ചെയ്യും. ദെൻ അറ്റ്മോസ്ഫിയറിക് ലെവലിൽ നിന്ന് നമ്മൾ പ്രഷർ മെഷർ ചെയ്യും. ഓക്കെ, ഈ ബോട്ടം ലൈനാണ് അബ്സല്യൂട്ട് 0 പ്രഷർ ലെവൽ. ദെൻ ഈ റെഡ് ലൈനിലാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലൈൻ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ, അതായത് ഏതെങ്കിലും ഒരു സർഫസിലിരിക്കുന്ന എല്ലാ ബോഡീസിലും അറ്റ്മോസ്ഫിയർ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഡാറ്റമാക്കിയിട്ട് നമ്മൾ പ്രഷർ മെഷർ ചെയ്യുന്നതിനെയാണ് ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ എബോവ് നമ്മൾ മെഷർ ചെയ്യുന്നതിനെ പോസിറ്റീവ് ഗേജ് പ്രഷർ എന്നും ബിലോ മെഷർ ചെയ്യുന്നതിനെ നമ്മൾ നെഗറ്റീവ് ഗേജ് പ്രഷർ എന്നും പറയും. നെഗറ്റീവ് ഗേജ് പ്രഷർ ഓർ വാക്വം പ്രഷർ എന്നും പറയും. ഓക്കെ, ദെൻ അബ്സല്യൂട്ട് 0 ലെവലിൽ നിന്ന് നമ്മൾ പ്രഷർ മെഷർ ചെയ്യുന്നതിനെ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ അബ്സല്യൂട്ട്
സീറോ ലെവലിൽ നിന്ന് നമ്മൾ പ്രഷർ മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് അബ്സല്യൂട്ട് പ്രഷർ എന്നാണ്. ഓക്കെ, ദെൻ ഈ സെയിം പോയിന്റിൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലെവൽ നമ്മൾ പ്രഷർ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയാം ഗേജ് പ്രഷർ എന്നാണ്. ഈ ഒരു പോയിന്റിൽ ഗേജ് പ്രഷർ എന്നാണ്. ഓക്കെ, ദെൻ അത് ജസ്റ്റ് നമ്മൾ തിയററ്റിക്കലായിട്ട് എഴുതിയെന്നേ ഉള്ളൂ. പ്രഷർ മെഷേർഡ് വിത്ത് റെഫറൻസ് ടു ദി അബ്സല്യൂട്ട് സീറോ ലെവൽ. അബ്സല്യൂട്ട് സീറോ ലെവൽ പ്രഷർ സ്കെയിൽ അബ്സല്യൂട്ട് സീറോ ലെവലിനെ വിത്ത് റെസ്പെക്ട് ടു നമ്മൾ പ്രഷർ മെഷർ ചെയ്യുന്നതിനെയാണ് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഗേജ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഈസ് മെഷേർഡ് എബോവ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ എബോവ് നമ്മൾ മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വെറുതെ ഒരു സർഫസിലിരിക്കുന്ന ഒരു ബോഡിയിൽ അറ്റ്മോസ്ഫിയർ എക്സേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ദെൻ പി അബ്സല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഈ ഒരു പോയിന്റിലെ അബ്സല്യൂട്ട് പ്രഷർ, ഈ പോയിന്റ് എയിലെ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഈ ഒരു ഗേജ് പ്രഷറാണ്. ഓക്കെ, അതാണ് പി അബ്സല്യൂട്ട് ഈസ് ഈക്വൽ ടു, അതായത് അബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷറാണ്. ഓക്കെ, ദെൻ ഈ ഒരു പോയിന്റ് ബിയിലെ അബ്സല്യൂട്ട് പ്രഷർ മെഷർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ നോക്കുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് ഈ ഒരു വാക്വം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു പോയിന്റിലെ അബ്സല്യൂട്ട് പ്രഷർ കിട്ടുന്നത്. അതാണ് ഇവിടെ എഴുതിക്കുന്നത്. പി അബ്സല്യൂട്ട് ഇസ് ഈക്വൽ ടു പി അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് വാക്വം പ്രഷർ. ഓക്കെ, ദെൻ തൊട്ട് മുമ്പിൽ വരച്ച ഈ ഒരു ഫിഗറിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വരച്ചതാണ് ഈ ഒരു ഫിഗർ. ഓക്കെ, ദെൻ ഈ ഒരു പോയിന്റ് എയിലെ പ്രഷർ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു അബ്സല്യൂട്ട് സീറോ ലെവൽ, ഇതാണ് നമ്മുടെ അബ്സല്യൂട്ട് സീറോ ലെവൽ ഓർ കംപ്ലീറ്റ് വാക്വം. ആ ലെവലിനെ നമ്മൾ പറയുന്നതാണ് കംപ്ലീറ്റ് വാക്വം ഓർ അബ്സല്യൂട്ട് സീറോ ലെവൽ. ഓക്കെ, ആ ഒരു ലെവലിൽ നിന്ന് നമ്മൾ ഈ ഒരു എ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലേക്കുള്ള പ്രഷർ നമ്മൾ മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. ഈ ഇത്രയും ഒരു ഡിസ്റ്റൻസ് ആണ് അബ്സല്യൂട്ട് പ്രഷർ അറ്റ് എ. ഓക്കെ, ദെൻ ഈ ഒരു പോയിന്റ് ബി എടുക്കുമ്പോൾ ഈ ഒരു പോയിന്റ് ബിയിലേക്കുള്ള അബ്സല്യൂട്ട് സീറോ ലെവലിൽ നിന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് അബ്സല്യൂട്ട് പ്രഷർ അറ്റ് ബി. ഓക്കെ, ദെൻ നമ്മൾ ഇതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലെവൽ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലെവലിൽ ഗേജ് സീറോ ആയിരിക്കും. അതിൻ്റെ എബോവ് ഉള്ളത് പോസിറ്റീവ് ഗേജും ബിലോ ഉള്ളത് നെഗറ്റീവ് ഗേജും ആണ്. നെഗറ്റീവ് ഗേജിനെയാണ് നമ്മൾ വാക്വം പ്രഷർ എന്നും കൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ദെൻ ഈ വിത്ത് റെസ്പെക്ട് ടു ഈ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലൈൻ ഈ ഒരു പോയിന്റ് ബിയിലെ പ്രഷർ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ഇതിനെ പറയാം നെഗറ്റീവ് ഗേജ് പ്രഷർ അറ്റ് ബി ഓർ വാക്വം പ്രഷർ. ദെൻ പോയിന്റ് എയിലെ പ്രഷർ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് ഗേജ് പ്രഷർ. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലെവലിൽ നിന്ന് പോയിന്റ് എയിലേക്കുള്ള ഡിസ്റ്റൻസ്. സോ ഇതാണ് ഗേജ് പ്രഷർ അറ്റ് എ. ഓക്കെ, ദെൻ ഈ ഒരു ഫിഗർ ജസ്റ്റ് വരയ്ക്കുക. ദെൻ ഈ ഒരു രണ്ട് ടേംസ് എന്താണെന്ന് എഴുതുക, അറ്റ്മോസ്ഫിയറിക് പ്രഷറും അബ്സല്യൂട്ട് പ്രഷറും ഗേജ് പ്രഷറും എന്താണെന്ന് എഴുതുക. ജസ്റ്റ് ഈ ഒരു ഫിഗർ വരയ്ക്കുക. ദെൻ ഈ ആ ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാർക്കും കൂടെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്. ആൻ ഐസോസിലസ് ട്രയാങ്കുലർ പ്ലേറ്റ് ഓഫ് ബേസ് 3 meter ആൻഡ് ഓൾട്ടിറ്റ്യൂഡ് 3 meter. ഓക്കെ, ഒരു ട്രയാങ്കിളാണ്, ഐസോസിലസ് ട്രയാങ്കിളാണ്. അതിൻ്റെ ബേസ് വരുന്നത് 3 meter ആണ്, ഹൈറ്റ് വരുന്നത് 3 meter ആണ്. ഓക്കെ, ഇമ്മേഴ്സ്ഡ് വെർട്ടിക്കലി ഇൻ ആൻ ഓയിൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.8. ഈ ഒരു ട്രയാങ്കുലർ പ്ലേറ്റ് നമ്മൾ ഇമ്മേഴ്സ് ചെയ്തിരിക്കുകയാണ്. എന്തിൽ? ഓയിൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.8. ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ഉള്ള ഒരു ഓയിലിൽ നമ്മളിത് ഇമ്മേഴ്സ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ട്രയാങ്കുലർ പ്ലേറ്റ് ഇമ്മേഴ്സ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ദെൻ ദ ബേസ് ഓഫ് ദ പ്ലേറ്റ് കോയിൻസൈഡ്സ് വിത്ത് ദി ഫ്രീ സർഫസ് ഓഫ് ദി ഓയിൽ. ഓക്കെ, ബേസ് ആണ് ഓയിലിൻ്റെ ഫ്രീ സർഫസിൽ കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ പൊസിഷൻ ഇങ്ങനെ ആയിരിക്കില്ല. ഓക്കെ, ഇതാണ് ഓയിലിൻ്റെ ഫ്രീ സർഫസ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ ഓയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ഐസോസിലസ് ട്രയാങ്കുലർ പ്ലേറ്റ് എങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് ഓഫ് ദ പ്ലേറ്റ് കോയിൻസൈഡ്സ് വിത്ത് ദി ഫ്രീ സർഫസ് ഓഫ് ദി ഓയിലാണ്. ബേസ് ആണ് കോയിൻസൈഡ് ചെയ്യുന്നത്. സോ ട്രയാങ്കിൾ ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഗിവൺ 3 meter ആണ് ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് വരുന്നത്. ദെൻ 3 meter ആണ് ബേസ് വരുന്നത്. പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓയിൽ
0.8 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിറ്റർമിൻ ദി ടോട്ടൽ പ്രഷർ ഓൺ ദ പ്ലേറ്റ്. ടോട്ടൽ പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ടോട്ടൽ പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇസ് ഈക്വൽ ടു റോ ജി എ എക്സ് ബാർ. ഇതിൽ റോ ജീനെ നമ്മൾ ഡബ്ല്യു എന്നും എഴുതാറുണ്ട്. ഓക്കെ, ദെൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഇത്രയൊക്കെ നമുക്ക് ആദ്യം അറിയാം. ഓക്കെ, ഇത്രയൊക്കെ നമുക്ക് അറിയാം. ദെൻ നമ്മൾ ആദ്യം ഗിവൺ, എന്തൊക്കെയാണ് ഗിവൺ എന്നുള്ളത് ആദ്യം എഴുതണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്ത് തുടങ്ങാൻ. ഓക്കെ, ദെൻ ആദ്യം ബേസ് ലെങ്ത് ഇസ് ഈക്വൽ ടു 3 meter. Then height is equal to 3 meter. Then specific gravity of oil is equal to 0.8. ഇത്രയൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിട്ടുള്ളത്. ഓക്കെ, ദെൻ ടോട്ടൽ പ്രഷർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റോ ജി എ എക്സ് ബാർ ആണ്. ഓക്കെ, ഇതിൽ എ എന്ന് പറയുന്നത് നമ്മുടെ ട്രയാങ്കുലർ പ്ലേറ്റിൻ്റെ ഏരിയ ആണ്. ഇവിടെ ഏരിയ വരുന്നുണ്ടായിരിക്കുക ഹാഫ് ബി എച്ച് ആണ്. ട്രയാങ്കിളുടെ ഏരിയ ഹാഫ് ബി എച്ച് ആണ്. സോ ഹാഫ് ഇൻറ്റു ബി, ഇവിടെ ബേസിൻ്റെ ലെങ്ത് വരുന്നത് 3 ആണ്. ദെൻ ഹൈറ്റ് വരുന്നത് 3 ആണ്. സോ ഏരിയ വരുന്നത് 3 × 3/2 ആണ്. സോ 9/2 4.5. ഓക്കെ, മീറ്റർ ആണ്, യൂണിറ്റ് എല്ലാം കൃത്യമായിട്ട് എഴുതണം. ഓക്കെ, 4.5 മീറ്റർ ആണ് വരുന്നത്. ദെൻ എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ സർഫസിൽ നിന്ന് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ്. സോ ട്രയാങ്കിളിൻ്റെ കേസിൽ അത് വരുന്നത് എക്സ് ബാർ ഇസ് ഈക്വൽ ടു h/3യിലാണ്. ഓക്കെ, h/3യിലാണ്, അതായത് ബേസിൽ നിന്ന് h/3 ഡിസ്റ്റൻസിലാണ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. ഓക്കെ, h/3 എന്ന് പറയുമ്പോൾ 3/3 വിച്ച് ഇസ് ഈക്വൽ ടു 1 മീറ്റർ ആണ് എക്സ് ബാർ വരുന്നത്. ഓക്കെ, അപ്പോൾ റോ ജി എ എക്സ് ബാർ ആണ് ടോട്ടൽ പ്രഷറിൻ്റെ ഇക്വേഷൻ. ഡെൻസിറ്റി നമുക്ക് ഗിവൺ അല്ല, പകരം നമുക്ക് തന്നിരിക്കുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി ഓയിൽ 0.8 എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു 1000, ജി എന്ന് പറയുന്നത് 9.81, ഏരിയ വന്നത് 4.5 ആൻഡ് എക്സ് ബാർ വന്നത് 1. സോ നമുക്ക് ടോട്ടൽ പ്രഷർ വരുന്നത് 35,316 ന്യൂട്ടൺ ആണ് നമുക്ക് ആൻസർ വരുന്നത്. ദെൻ അത് കിലോ ന്യൂട്ടണിൽ എഴുതുമ്പോൾ 35.316 കിലോ ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ടോട്ടൽ പ്രഷർ വരുന്നത്. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ നമ്മൾ ആദ്യം ഗിവൺ എല്ലാം എടുത്ത് എഴുതുക, ദെൻ അതിൻ്റെ ഫിഗർ വരയ്ക്കുക. 3 മാർക്സിൽ ഫിഗർ വരയ്ക്കുന്നതിന് 1 മാർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് പ്രഷർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതുക, ഏരിയ കണ്ടുപിടിക്കുക, എക്സ് ബാർ കണ്ടുപിടിക്കുക. ദെൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് ടോട്ടൽ പ്രഷറിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ദെൻ പാർട്ട് എയിലെ 2 ക്വസ്റ്റ്യനും സോൾവ് ചെയ്തു നമ്മൾ. ഇനി നെക്സ്റ്റ് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് ബിയിൽ ഓർ ക്വസ്റ്റ്യൻ ആണ്, അതായത് നമുക്കിതിൽ ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് ഈസിയസ്റ്റ് ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഇതിൽ 11th ക്വസ്റ്റ്യന് എയും ഉണ്ട് ബിയും ഉണ്ട്. സോ നമുക്കത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. 11th ക്വസ്റ്റ്യനിൽ എയും ബിയും സോൾവ് ചെയ്യണം. ദെൻ 12th ക്വസ്റ്റ്യനിൽ എയും ബിയും ഉണ്ടായിരിക്കും. സോ 11th ക്വസ്റ്റ്യനിൽ എയും ബിയും 12th എയും ബിയും നോക്കിയിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ 11th എയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ സിമ്പിൾ യൂട്യൂബ് മാനോമീറ്ററിൻ്റെ ആണ് ക്വസ്റ്റ്യൻ. കണ്ടെയ്നിങ് മെർക്കുറി ഈസ് യൂസ് ടു ഫൈൻഡ് ദി നെഗറ്റീവ് പ്രഷർ ഇൻ എ പൈപ്പ് കണ്ടെയ്നിങ് വാട്ടർ. ആ ഒരു പൈപ്പിൽ നെഗറ്റീവ് പ്രഷറാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. വാട്ടർ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പൈപ്പ് ഉണ്ട്. സോ അതിൻ്റെ നെഗറ്റീവ് പ്രഷർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ദ റൈറ്റ് ലിംബ് ഈസ് ഓപ്പൺ ടു ദി അറ്റ്മോസ്ഫിയർ. റൈറ്റ് ലിംബ് അറ്റ്മോസ്ഫിയറിൽ ഓപ്പൺ ആണ്. ഓക്കെ, റൈറ്റ് ലിംബ് ഈസ് ഓപ്പൺ ടു ദി അറ്റ്മോസ്ഫിയർ. ദെൻ ഫൈൻഡ് ദ വാക്വം പ്രഷർ. ഓക്കെ, വാക്വം പ്രഷർ ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇഫ് ദ ഡിഫറൻസ് ഓഫ് മെർക്കുറി ലെവൽ ഇൻ ദ 2 limbs ഈസ് 100 mm and the height of water in the left limb from the center of the pipe is found to be 40 mm below. ഓക്കെ, ഇത്രയും നമുക്ക് ഗിവൺ ആണ്. ദെൻ അതിൽ നിന്ന് നമ്മൾ വാക്വം പ്രഷറാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം അത് വായിച്ച് ഫിഗർ വരയ്ക്കണം. ഓക്കെ, സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം സിമ്പിൾ യൂട്യൂബ് മാനോമീറ്ററിൻ്റെ ഫിഗർ വരയ്ക്കുക. സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു എൻഡ് ഗേജ് പോയിന്റ് ആയിട്ട് കണക്റ്റഡും മറ്റേ എൻഡ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയറും ആയിരിക്കും. ഓക്കെ, സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ കണ്ടെയ്നിങ് മെർക്കുറി ഈസ് യൂസ് ടു ഫൈൻഡ് ദി നെഗറ്റീവ് പ്രഷർ ഇൻ എ പൈപ്പ് കണ്ടെയ്നിങ് വാട്ടർ. റൈറ്റ് ലിംബ് ഈസ് ഓപ്പൺ ടു ദി അറ്റ്മോസ്ഫിയർ. ദെൻ ഫൈൻഡ് ദ വാക്വം പ്രഷർ ഇൻ ദ പൈപ്പ്. ഈ പൈപ്പിലെ വാക്വം പ്രഷറാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഈ ഒരു പോയിന്റ് എയിലെ വാക്വം പ്രഷറാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ദെൻ നമുക്ക് തന്നിട്ടുണ്ട് ഇഫ് ദ ഡിഫറൻസ് ഓഫ് മെർക്കുറി ലെവൽ ഇൻ ദ ടു ലിംബ് ഈസ് 100 mm. അതായത് ഈ രണ്ട് ലിംബിലും മെർക്കുറിയുടെ ഹൈ ഡിഫറൻസ് വരുന്നത് 100 mm ആണ്, 0.1 മീറ്റർ ആണ് വരുന്നത്. ഓക്കെ, ദെൻ ഹൈറ്റ് ഓഫ് വാട്ടർ ഇൻ ദ ലെഫ്റ്റ് ലിംബ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദി പൈപ്പ് ഈസ് ഫൗണ്ട് ടു ബി 40 mm ബിലോ. അതായത് സെൻറ്റർ ഓഫ് പൈപ്പിൽ നിന്ന് 40 mm ബിലോ ആണ് ഹൈറ്റ് ഓഫ് വാട്ടർ വരുന്നത്. അപ്പോൾ 0.04 മീറ്റർ ആണ് ഹൈറ്റ് ഓഫ് വാട്ടർ ഇൻ ദ ലെഫ്റ്റ് ലിംബ്. ഓക്കെ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഈ ഒരു പോയിന്റിൽ വാക്വം പ്രഷറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ഈ ഒരു ഫിഗർ വരയ്ക്കുക. ഈ ഫിഗറിന് മാർക്ക് ഉണ്ടായിരിക്കും. 4 മാർക്കിൽ ഒരു 1 മാർക്ക് ഈ ഒരു ഫിഗർ വരയ്ക്കുന്നതിനായിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ ആദ്യം ഒരു മാനോമീറ്റർ തരുമ്പോൾ നമ്മൾ ആദ്യം അതിലൊരു ഡാറ്റം കൺസിഡർ ചെയ്യണം. ഇതിപ്പോൾ സിമ്പിൾ മാനോമീറ്റർ ആയതുകൊണ്ട് നമ്മൾ ബോട്ടം ലൈനാണ് ഡാറ്റ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഡാറ്റ ആയിട്ട് നമുക്കറിയാം ഒരു സെയിം പ്ലെയിനിൽ വരുന്ന 2 പോയിന്റ്സിലെ പ്രഷർ ഈക്വൽ ആയിരിക്കും. സോ ഈ ഒരു പോയിന്റിലെ പ്രഷറും ഈ ഒരു പോയിന്റിലെ പ്രഷറും ഈക്വൽ ആയിരിക്കും. സോ ഇതിൻ്റെ എബവ് ഉള്ള ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഈ 3, അതായത് ഈ പൈപ്പ് കൊണ്ടുള്ള ഒരു പ്രഷർ, അതായത് PA പ്രഷർ, ദെൻ ഈ ഒരു വാട്ടർ കോളം കൊണ്ടുണ്ടാവുന്ന പ്രഷർ, ദെൻ ഈ ഒരു മെർക്കുറി കോളം കൊണ്ടുണ്ടാവുന്ന പ്രഷർ, ഇത് 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ആണ് ഇവിടുത്തെ പോയിന്റ് എയിലെ ലെഫ്റ്റ് ലിംബിലെ പോയിന്റ് എയിലെ പ്രഷർ കിട്ടുക, ടോട്ടൽ പ്രഷർ കിട്ടുക. ദെൻ ഈ ഒരു പോയിന്റിൽ ഇതിൻ്റെ എബവ് ഒന്നുമില്ല, ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ്. സോ ഇവിടെ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എഴുതാം. ഓക്കെ, ആദ്യം നമ്മൾ ഗിവൺ എല്ലാം എഴുതണം. ദെൻ കൺസിഡർ എ ഡാറ്റം ലൈൻ AA അറ്റ് ദി ബോട്ടം ഓഫ് ദി മാനോമീറ്റർ. ദെൻ pressure at left limb is equal to PA, അതായത് ഇവിടുത്തെ പ്രഷർ. ദെൻ ഈ ഒരു വാട്ടർ ആക്ട് ചെയ്യുന്നത്, വാട്ടറിൻ്റെ ഹൈറ്റ് വരുന്നത് 0.04 മീറ്ററിലാണ്. അപ്പോൾ ആ ഒരു ഡെപ്തിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ρ1 GH1 പ്ലസ് ρ2 GH2 എന്ന് പറയുന്നത് ρ1 എന്ന് ഉദ്ദേശിച്ചത് ഈ ഒരു വാട്ടറിൻ്റെ ഈ ഒരു ഡെപ്തിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ. ദെൻ ഈ ഒരു മെർക്കുറി, ഈ ഒരു പോർഷനിൽ മെർക്കുറി ആണെന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഡെപ്തിൽ മെർക്കുറി ആക്ട് ചെയ്യുന്ന പ്രഷറാണ് ρ2. ഓക്കെ, ഇത് പ്രഷർ അറ്റ് ലെഫ്റ്റ് ലിംബാണ്. ദെൻ പ്രഷർ അറ്റ് റൈറ്റ് ലിംബ് നമുക്കറിയാം 0 ആണ്. പ്രഷർ അറ്റ് റൈറ്റ് ലിംബ് ഈക്വൽ ടു 0 ആണ്, അതായത് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ്. സോ അവിടെ 0 ആണ്. ദെൻ ഇത് രണ്ടും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. ഓക്കെ, PA പ്ലസ് ρ1 GH1 പ്ലസ് ρ2 GH2 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇതിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഈ ഒരു പോയിന്റ് എയിലെ പ്രഷറാണ്. ഓക്കെ, പോയിന്റ് എയിലെ പ്രഷർ എന്ന് പറയുമ്പോൾ PA ഈസ് ഈക്വൽ ടു ഈ ഒരു ടേം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് ρ1 GH1 മൈനസ് ρ2 GH2. ഓക്കെ, മൈനത് വാട്ടറിൻ്റെ ഡെൻസിറ്റി ആണ്. വാട്ടറിൻ്റെ ഡെൻസിറ്റി 1000 ഇൻറ്റു G നമുക്കറിയാം 9.81. ദെൻ വാട്ടർ ഈ ഒരു ഡിസ്റ്റൻറ്റിലാണ്, ഇത്രയും ഒരു ഡെപ്തിലാണ് വാട്ടർ ആക്ട് ചെയ്യുന്നത്. സോ 4 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 40 mm എന്നാണ് നമുക്ക് തന്നിരുന്നത്. 04ലാണ് 0.04 മീറ്ററിലാണ് വാട്ടറിൻ്റെ ഡെപ്ത്. പ്രഷർ ആക്ട് ചെയ്യുന്നത് ആ ഒരു വാട്ടറിൻ്റെ ആ ഒരു ഡെപ്തിലാണ്. ദെൻ മൈനസ് ρ2 എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിൽ മെർക്കുറി ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ മെർക്കുറിയുടെ ഡെൻസിറ്റി
13.6 into 1000 into G 9.81. then മെർക്കുറി ആക്ട് ചെയ്യുന്നത് 10 സെൻറ്റിമീറ്റർ ഡെപ്തിലാണ്. സോ 0.1. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വാക്വം പ്രഷർ അറ്റ് എ കിട്ടും. ഓക്കെ, ദെൻ അതിൻ്റെ ആൻസർ വരുന്നുണ്ടാവുക മൈനസ് ഓക്കെ ദെൻ നെഗറ്റീവ് 13,734 പാസ്കലാണ് നമുക്ക് ആൻസർ വരുന്നുണ്ടായിരിക്കുക. ദെൻ അത് കിലോ പാസ്കലിലേക്ക് ആക്കുമ്പോൾ മൈനസ് 13.734 കിലോ പാസ്കലാണ് നമുക്ക് ആൻസർ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ആദ്യം അതിൻ്റെ ഫിഗർ വരയ്ക്കുക. ദെൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് ലെവലിൽ ടു ലിംബിലുള്ള പ്രഷർ മെർക്കുറിയുടെ ലെവൽ ഡിഫറൻസ് വരുന്നത് 0.1 മീറ്റർ ആണ്. ദെൻ വാട്ടർ വരുന്നത് സെൻറ്റർ ഓഫ് ദി പൈപ്പ് ലൈനിൽ നിന്ന് 40 mm ബിലോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതൊക്കെ മാർക്ക് ചെയ്യുക. ദെൻ ഈ ഒരു പോയിന്റിൽ വാക്വം പ്രഷർ നമ്മൾ ആദ്യം ഡാറ്റം വരച്ച് ഈ രണ്ട് പോയിന്റിലും പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ അത് ഇക്വേറ്റ് ചെയ്യുക. ദെൻ അതിൽ നിന്ന് ഈ ഒരു പോയിന്റ് എയിലെ വാക്വം പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പോൾ 11th ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് വരുന്നത് 11th ക്വസ്റ്റ്യൻ്റെ ബി ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എ ടാങ്ക് കണ്ടെയ്ൻസ് വാട്ടർ ഇൻ ദി ലോവർ 0.8 മീറ്റർ ഡെപ്ത്. അതായത് ഒരു ടാങ്കാണ്. ഒരു ടാങ്കിൽ ലോവർ പോർഷനിൽ അതായത് ഒരു 0.8 മീറ്റർ ഡെപ്തിൽ വാട്ടറാണ്. ഓക്കെ, ദെൻ ആൻ ഇമ്മിസിബിൾ ലിക്വിഡ് ഓഫ് റിലേറ്റീവ് ഡെൻസിറ്റി 0.85 ഈസ് ഫിൽഡ് ഓൺ ദി ടോപ്പ് ഓഫ് ദി വാട്ടർ അപ് ടു എ ഹൈറ്റ് ഓഫ് 1.2 മീറ്റർ. ദെൻ ടോപ്പിൽ ഒരു 1.2 മീറ്റർ ഡെപ്തിൽ ഒരു ഇമ്മിസിബിൾ ലിക്വിഡാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി വന്നേക്കുന്നത് 0.85 ആണ്. ഓക്കെ, if the tank is 2 meter wide, calculate the pressure force on one side of the tank. ഒരു വൺ സൈഡ് ഓഫ് ദി ടാങ്കിൻ്റെ വൺ സൈഡിലെ പ്രഷർ ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ പൊസിഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഓക്കെ, അങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ ഉള്ളിൽ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ക്വസ്റ്റ്യനിൽ ഗിവൺ ഒക്കെ എടുത്ത് എഴുതാം. ദെൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് പ്രഷർ ഫോഴ്സ് ആണ്. അപ്പോൾ പ്രഷർ ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഈ ഒരു ടാങ്കിൻ്റെ ഒരു സൈഡിലെ പ്രഷർ ഫോഴ്സ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. സോ ആദ്യം നമ്മൾ പ്രഷർ ഡയഗ്രാം വരയ്ക്കണം. സോ പ്രഷർ ഡയഗ്രാം വരയ്ക്കാൻ ഓരോ പോയിന്റിലും, അതായത് ഇപ്പോൾ എ ബി സി ഈ 3 പോയിന്റിലും പ്രഷർ ഇൻറ്റൻസിറ്റി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രഷർ ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, നമുക്കറിയാം ടോപ്പിൽ പ്രഷർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ടോപ്പിൽ പ്രഷർ ഇൻറ്റൻസിറ്റി, അതായത് വാട്ടർ സർഫസിൽ വരുന്ന പ്രഷർ ഇൻറ്റൻസിറ്റി നമുക്ക് 0 എന്നറിയാം. ഓക്കെ, അപ്പോൾ ദെൻ പോയിന്റ് എയിൽ വരുന്ന പ്രഷർ ഇൻറ്റൻസിറ്റി 0 ആണ്. ദെൻ പോയിന്റ് ബിയിൽ വരുന്നത് പി ബി ഈസ് ഈക്വൽ ടു റോ ജി എച്ച് എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് തന്നിരിക്കുന്നത് 0.85. ദെൻ അതിൽ നിന്ന് ഡെൻസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ 0.85 ഇൻറ്റു 1000 G 9.81 ആണ്. ദെൻ എച്ച് വരുന്നത് 1.2 മീറ്ററിലാണ്. ഓക്കെ, 1.2 മീറ്റർ. അപ്പോൾ ദെൻ പ്രഷർ അറ്റ് ബി ആൻസർ വരുന്നുണ്ടാവുക 10.006 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് പ്രഷർ ഇൻറ്റൻസിറ്റി അറ്റ് ബി വരുന്നത്. ദെൻ പ്രഷർ ഇൻറ്റൻസിറ്റി അറ്റ് സി എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റിൽ ഈ ഒരു ഇമ്മിസിബിൾ ലിക്വിഡിൻ്റെ പ്രഷർ ഇൻറ്റൻസിറ്റിയും ഈ ഒരു വാട്ടറിൻ്റെ പ്രഷർ ഇൻറ്റൻസിറ്റിയും രണ്ടും കൂടെ ആക്ട് ചെയ്യും ബോട്ടം പോയിന്റിൽ. ഈ ഒരു പോയിന്റിൽ ഇതിൻ്റെ അബോവ് ഒന്നുമില്ല. സോ അവിടുത്തെ പ്രഷർ പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, ദെൻ പോയിന്റ് ബി എടുക്കുമ്പോൾ അതിൻ്റെ അബോവ് ഉള്ളത് ഒരു ഇമ്മിസിബിൾ ലിക്വിഡാണ് അതിൻ്റെ അബോവ് ഉള്ളത്. ഓക്കെ, ദെൻ അതിൻ്റെ പ്രഷർ ഇൻറ്റൻസിറ്റി എടുക്കുമ്പോൾ ഇത്രയും പോർഷനിൽ വരുന്ന ആ ഒരു പ്രഷർ ഇൻറ്റൻസിറ്റിയാണ് പോയിന്റ് ബിയിൽ ആക്ട് ചെയ്യുക. ഓക്കെ, ദെൻ പോയിന്റ് സി എടുക്കുമ്പോൾ ആ പോയിന്റ് സിയിൽ ആക്ട് ചെയ്യുന്നത് ഇമ്മിസിബിൾ ലിക്വിഡ് ആക്ട് ചെയ്യുന്ന പ്രഷറും ദെൻ വാട്ടർ ആക്ട് ചെയ്യുന്ന പ്രഷറും കൂടെ ആഡ് ചെയ്ത ടോട്ടൽ പ്രഷർ ഇൻറ്റൻസിറ്റിയാണ് പോയിന്റ് സിയിൽ ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ദെൻ ആദ്യം നമ്മൾ ഈ ഒരു 10.006 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആഡ് ചെയ്യണം. ദെൻ ഇവിടുത്തെ പ്രഷർ ഇൻറ്റൻസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പം 10.006 പ്ലസ് ഈ ഒരു വാട്ടറിൻ്റെ പ്രഷർ ഇൻറ്റൻസിറ്റി, വാട്ടറിൻ്റെ ഈ ഒരു 0.8 മീറ്റർ ഡെപ്തിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഇൻറ്റൻസിറ്റി
റോ ജി എച്ച് എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി വാട്ടറിൻ്റെ 1000 ആണ്. ദെൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി 9.81 ആണ്. ഓക്കെ, ദെൻ എച്ച് വരുന്നത് 0.8 ആണ്. ഓക്കെ, അപ്പോൾ ദെൻ ആൻസർ വരിക 10.006 പ്ലസ് 7.848. ഓക്കെ, അപ്പോൾ ഇതാണ് സി എന്ന് പറയുന്ന ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഇൻറ്റൻസിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പ്രഷർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ പോയിന്റ് എയിൽ 0 ആണ് പ്രഷർ ഇൻറ്റൻസിറ്റി വരുന്നത്. ദെൻ പോയിന്റ് ബി എടുക്കുമ്പോൾ അവിടുത്തെ പ്രഷർ ഇൻറ്റൻസിറ്റി വരുന്നത് 10.006 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ദെൻ പോയിന്റ് സി എടുക്കുമ്പോൾ ഇത്രയും 10.006 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇമ്മിസിബിൾ ലിക്വിഡിൻ്റെ ബോട്ടത്തിലേക്ക് ആക്ട് ചെയ്യും. ദെൻ വാട്ടറിൻ്റെ വരുന്നത് 7.848 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രഷർ ഡയഗ്രാം വരുന്നുണ്ടാവുക. ഓക്കെ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് പ്രഷർ ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രഷർ ഫോഴ്സ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, നമ്മൾ പ്രഷർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഡയഗ്രാം വരാം. ടോപ്പിൽ 0യും ദെൻ ഡിയിൽ വരുന്നുണ്ടാവുക ഡി ഇ എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ് 10.006. ദെൻ ബി എഫ് സെയിം തന്നെ ബോട്ടത്തിലേക്കും. ദെൻ ഈ ഒരു സ്മോൾ പോർഷനിലാണ് വാട്ടറിൻ്റെ പ്രഷർ ഇൻറ്റൻസിറ്റി വരുന്നത്. ഓക്കെ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് പ്രഷർ ഫോഴ്സ് ആണ്. പ്രഷർ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ദെൻ ഫസ്റ്റ് എ ഡി എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ F1 ഇസ് ഈക്വൽ ടു ഈ ഒരു ട്രയാങ്കുലർ പോർഷൻ്റെ ഏരിയ ഇൻറ്റു ആ ഒരു വിഡ്ത്ത്, ആക്ട് ചെയ്യുന്ന ആ ഒരു വിഡ്ത്ത് 2 മീറ്റർ ആണ്. നമുക്ക് ഈ ഒരു ടാങ്കിൻ്റെ വിഡ്ത്ത് 2 മീറ്റർ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഈ ഒരു ട്രയാങ്കുലർ പോർഷൻ്റെ ഏരിയ ദെൻ ആക്ട് ചെയ്യുന്ന ആ ഒരു വിഡ്ത്ത് 2 മീറ്റർ വിഡ്ത്തിലാണ് അത് ആക്ട് ചെയ്യുന്നത്. സോ F1 വരുന്ന 1/2 ഇൻറ്റു 10.006 ഇൻറ്റു 1.2 മീറ്റർ ആണ് ഹൈറ്റ് വരുന്നത്. ഓക്കെ, 1.2 മീറ്റർ ഇൻറ്റു ആ ഒരു വിഡ്ത്ത്. ഓക്കെ, വിഡ്ത്ത് 2 മീറ്റർ ആണ്. ഓക്കെ, നമ്മളിത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ആണ് നമുക്ക് ഈ ഒരു പോർഷനിൽ ആക്ട് ചെയ്യുന്ന ഇമ്മിസിബിൾ ലിക്വിഡ് ആക്ട് ചെയ്യുന്ന പോർഷനാണ് ആ ടോപ്പ് പോർഷൻ. ആ പോർഷനിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എത്രയാണെന്ന് കിട്ടുക. ഓക്കെ, അത് 12 കിലോ ന്യൂട്ടൺ ആണ് നമുക്ക് ആൻസർ വരുന്നുണ്ടാവുക. ദെൻ F2 എന്ന് പറയുമ്പോൾ ഈ ഒരു ബോട്ടം പോർഷനിലെ ഏരിയ ഇൻറ്റു ആ ഒരു വിഡ്ത്ത്. സോ നമുക്കത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടാവുക ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പോർഷൻ്റെ വോളിയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഏരിയ ആക്ട് ചെയ്യുന്ന ഈ ഒരു വാട്ടർ ആക്ട് ചെയ്യുന്ന ഈ ഒരു റെക്റ്റാങ്കുലർ പോർഷൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ 10.006 ഇൻറ്റു ഈ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് 0.8 മീറ്റർ. സോ ആ റെക്റ്റാങ്കുലർ പോർഷൻ്റെ ഏരിയ 10.006 ഇൻറ്റു 0.8 ഇൻറ്റു ദെൻ അത് ആക്ട് ചെയ്യുന്ന ആ ഒരു വിഡ്ത്ത് വിച്ച് ഇസ് ഈക്വൽ ടു 2 മീറ്റർ. ദെൻ F2 വരുന്നുണ്ടാവുക 16.01 കിലോ ന്യൂട്ടൺ. ദെൻ F3 ആ ഒരു സ്മോൾ ട്രയാങ്കുലർ പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു ബേസ് വരുന്നത് 7.848. ദെൻ അത് ആക്ട് ചെയ്യുന്ന ആ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 0.8 മീറ്റർ. ഓക്കെ, ദെൻ ആക്ട് ചെയ്യുന്ന ആ ഒരു വിഡ്ത്ത് 2 മീറ്റർ ആണ്. ഓക്കെ, ദെൻ F3 വരിക 6.28 കിലോ ന്യൂട്ടൺ ആണ്. ഓക്കെ, ദെൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് പ്രഷർ ഫോഴ്സ് ഓൺ വൺ സൈഡ് ഓഫ് ദി ടാങ്ക് ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന ആ ഒരു ടോട്ടലാണ് ടോട്ടൽ പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ F1 പ്ലസ് F2 പ്ലസ് F3 ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ആ ഒരു ഈ ഒരു സർഫസിൽ ടാങ്കിൻ്റെ ഒരു സർഫസിൽ ആക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വൺ സൈഡിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. സോ വൺ സൈഡിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം F1 ഫൈൻഡ് ഔട്ട് ചെയ്യണം, ദെൻ F2 ഫൈൻഡ് ഔട്ട് ചെയ്യണം, ദെൻ F3 ഫൈൻഡ് ഔട്ട് ചെയ്യണം, ദെൻ അത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ പ്രഷർ ഫോഴ്സ് കിട്ടുക. ഓക്കെ,
ടോട്ടൽ പ്രഷർ ഫോഴ്സ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 34.29 കിലോ ന്യൂട്ടൺ ആണ് ടോട്ടൽ പ്രഷർ ഫോഴ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം ഗിവൺ എല്ലാം എഴുതി, ദെൻ അതിൻ്റെ പ്രഷർ ഡയഗ്രാം നമ്മൾ വരച്ചു. പ്രഷർ ഡയഗ്രാം വരച്ച് നമ്മൾ ഓരോ ഫോഴ്സും മാർക്ക് ചെയ്യുക. ദെൻ ടോട്ടൽ ഫോഴ്സ് അറ്റ് എ എന്ന് പറയുന്ന ഈ ഒരു എ ഡി ഡിസ്റ്റൻസിൽ എ ഡി എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കുലർ പോർഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് F1. ദെൻ ഈ ഒരു DBEF എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ്റെ സെൻറ്ററിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സാണ് F2. ദെൻ EFC എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കുലർ പോർഷൻ്റെ സെൻറ്ററിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സാണ് F3. അത് ഓരോന്നും ഫൈൻഡ് ഔട്ട് ചെയ്ത് ദെൻ അത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടലായിട്ട് വൺ സൈഡ് ഓഫ് ദി ടാങ്കിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് കിട്ടാം. ഓക്കെ, അത് ഇവിടെ വന്നിരിക്കുന്നത് 34.29 കിലോ ന്യൂട്ടൺ ആണ്. ദെൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് പൊസിഷൻ ഓഫ് ദി സെൻറ്റർ ഓഫ് പ്രഷറാണ്. നമ്മൾ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ നമുക്കിനി പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ വേണം. ഓക്കെ, ഇപ്പോൾ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് ടോട്ടൽ ആക്ട് ചെയ്യുന്ന നമ്മൾ ടേക്കിംഗ് മൊമെൻറ്റ്സ് ഓഫ് ഓൾ ഫോഴ്സസ് എബൌട്ട് എ ഈ ഒരു പോയിന്റ് എനെ വെച്ചിട്ട് ആ ഒരു പോയിന്റ് എനെ നോക്കിയിട്ട് നമ്മൾ ബാക്കി ഫോഴ്സസിൻ്റെ ഒക്കെ മൊമെൻറ്റ്സ് എടുക്കാം. ദെൻ നമുക്ക് അതിൽ നിന്ന് നമ്മുടെ സെൻറ്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതായത് ടോട്ടൽ പ്രഷർ ഫോഴ്സ് F ആണെങ്കിൽ F ഇൻറ്റു നമ്മുടെ സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദെൻ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് H*, അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക്, അതായത് ഇപ്പോൾ ഈ ഒരു മൊത്തം പ്രഷർ ഡയഗ്രാം ഇതിൻ്റെ ഈ മൂന്ന് ഫോഴ്സും കൂടെ F1, F2, F3 കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ടോട്ടൽ പ്രഷർ ഫോഴ്സ് കിട്ടിയത്. ഓക്കെ, ദെൻ അത് ഇപ്പോൾ ജസ്റ്റ് ഇവിടെയാണ് ആക്ട് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത്. ഇതാണ് H/3 അല്ല H* എങ്കിൽ വിത്ത് റെസ്പെക്റ്റ് ടു നമ്മൾ എ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിന് വിത്ത് റെസ്പെക്റ്റ് ടു നമ്മൾ മൊമെൻറ്റ്സ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ദെൻ F ഇൻറ്റു H*, F ഇൻറ്റു അതിൻ്റെ ആ ഒരു H* നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ടോപ്പിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, H*. ഓക്കെ, അപ്പോൾ ആ പ്രഷർ ഫോഴ്സ് ഇൻറ്റു ടോട്ടൽ ആക്ട് ചെയ്യുന്ന ആ ഒരു പ്രഷർ ഫോഴ്സ് ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് ആണ് H* ഈസ് ഈക്വൽ ടു ഫസ്റ്റത്തെ പ്രഷർ ഫോഴ്സ് F1 ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് ട്രയാങ്കുലർ പോർഷൻ ആണ്. സോ അതിൻ്റെ ആക്ട് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് വരുന്നുണ്ടാവുക 2/3 ഓഫ് H ആണ്. ടോട്ടൽ H ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ഓഫ് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടാവുക H/3 ആണ്. ബോട്ടത്തിൽ നിന്ന് H/3 ഡിസ്റ്റൻസിലാണ് സെൻറ്റർ ഓഫ് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഇതിൻ്റെ ടോപ്പിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ 2H/3 എടുക്കണം. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു H 1.2 ആണ്. 1.2/3 പ്ലസ് F2 ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ്. ഓക്കെ, ദെൻ ടോപ്പിൽ നിന്ന് ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ എടുക്കണം. ഇത്രയും ഡിസ്റ്റൻസ് വരണം. ഓക്കെ, ദെൻ ആദ്യം AD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AD 1.2 ആണ്. ദെൻ റെക്റ്റാങ്കുലർ പോർഷൻ്റെ സെൻറ്റർ ഓഫ് പ്രഷർ ആക്ട് ചെയ്യാം അതിൻ്റെ ഹാഫ് ഡിസ്റ്റൻസിലാണ്. സോ നമുക്കിതിൻ്റെ ഹൈറ്റ് അറിയാം 0.8 മീറ്റർ ആണ് റെക്റ്റാങ്കുലർ പോർഷൻ്റെ ഹൈറ്റ്. സോ അതിൻ്റെ ഹാഫിലായിരിക്കും സെൻറ്റർ ഓഫ് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ ആദ്യം 1.2 നമ്മൾ ആഡ് ചെയ്യണം. 1.2 പ്ലസ് ഹാഫ് 0.8ൻ്റെ ഹാഫ്. ഓക്കെ, 0.8ൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 0.4. ഓക്കെ, ദെൻ F3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ ട്രയാങ്കുലർ പോർഷനാണ് F3. ഓക്കെ, അത് ആക്ട് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഓക്കെ ഇത് ആക്ട് ചെയ്യുന്നത് ട്രയാങ്കിൾ ആണ്. സോ ടോട്ടൽ H ആണെങ്കിൽ 2H/3 സെൻറ്റർ ഓഫ് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ നമ്മൾ ആദ്യം ഈ ഒരു ഡിസ്റ്റൻസ് പ്ലസ് ഈ ഒരു ഡിസ്റ്റൻസ് ആഡ് ചെയ്യണം. ഓക്കെ, ആദ്യം AD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.2 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ദെൻ 1.2 പ്ലസ് 2H/3 എന്ന് പറയുമ്പോൾ 0.8 2 ഇൻറ്റു 0.8/3 2 ഇൻറ്റു
0.8/3. ഓക്കെ, അപ്പോൾ ടോട്ടൽ പ്രഷർ ഫോഴ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. 34.29 കിലോ ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പോൾ 34.29 ഇൻറ്റു എച്ച് സ്റ്റാർ ഇസ് ഈക്വൽ ടു F1 12 കിലോ ന്യൂട്ടൺ ആണ്. സോ 12 ഇൻറ്റു 2 ഇൻറ്റു 1.2 ഇൻറ്റു 1.2/3 പ്ലസ് ഇത് F1 ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ്, ദെൻ F2 ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആഡ് ചെയ്യണം. F2 എന്ന് പറയുന്നത് 16.01 ആണ്. ഓക്കെ, 16.01 ഇൻറ്റു 1.2 പ്ലസ് 0.4 ആണ് അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ്. ഓക്കെ, 1.2 പ്ലസ് 0.4 ചെയ്യുമ്പോൾ നമുക്ക് 1.6 ആണ്. ഓക്കെ, ദെൻ F3 ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ്. F3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.28 കിലോ ന്യൂട്ടൺ ആണ്. 6.28 ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് 1.2 പ്ലസ് 2 ഇൻറ്റു 0.8/3 ഡിസ്റ്റൻസിലാണ് അത് ആക്ട് ചെയ്യുന്നത്. സോ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് എച്ച് സ്റ്റാർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡഡ് ബൈ 34.29 ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ എച്ച് സ്റ്റാറിൻ്റെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എച്ച് സ്റ്റാറിൻ്റെ വാല്യൂ വരുന്നുണ്ടാവാം 1.3443 മീറ്ററാണ്. ഓക്കെ, അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം പ്രഷർ ഡയഗ്രാം വരയ്ക്കണം. പ്രഷർ ഡയഗ്രാം വരച്ചിട്ട് അതിലെ ഫോഴ്സസ് ഓരോ ലിക്വിഡ്, ഫസ്റ്റത്തെ ഇമ്മിസിബിൾ ലിക്വിഡിൻ്റെ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ദെൻ വാട്ടറിൻ്റെ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ദെൻ ഓക്കെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയുന്ന ഒരു പോയിന്റിനെ നമ്മൾ മൊമെൻറ്റ്സ് എടുത്തിട്ട് നമുക്ക് ടോട്ടലായിട്ട് ഈ ഒരു പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ്, അതാണ് നമുക്ക് എച്ച് സ്റ്റാർ സെൻറ്റർ ഓഫ് പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയുന്ന ഒരു പോയിന്റിനെ മൊമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എച്ച് സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് നമുക്ക് എച്ച് സ്റ്റാറിൻ്റെ വാല്യൂ വന്നത് 1.3443 മീറ്റർ ആണ്. ഓക്കെ ഓക്കെ ദെൻ പാർട്ട് ബിയിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് 12th ക്വസ്റ്റ്യനിൽ എയും ഉണ്ട് ബിയും ഉണ്ട്. സോ രണ്ട് ക്വസ്റ്റ്യന് നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി അബ്സല്യൂട്ട് പ്രഷർ അറ്റ് എ ഡെപ്ത് ഓഫ് 5 മീറ്റർ ബിലോ ദി സർഫസ് ഓഫ് എ ലിക്വിഡ് ഓഫ് റിലേറ്റീവ് ഡെൻസിറ്റി 0.85. ദ ബാരോമീറ്റർ റീഡിംഗ് ഓൺ ദി സർഫസ് ഈസ് 750 mm ഓഫ് മെർക്കുറി. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അബ്സല്യൂട്ട് പ്രഷറാണ്. ഓക്കെ, അബ്സല്യൂട്ട് പ്രഷറിൻ്റെ ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ അബ്സല്യൂട്ട് പ്രഷറിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പി അബ്സല്യൂട്ട് ഇസ് ഈക്വൽ ടു പി അറ്റ്മോസ്ഫിയറിക് പ്ലസ് പി ഗേജ്. അതായത് അബ്സല്യൂട്ട് പ്രഷർ ഇസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷറാണ്. ഓക്കെ, ഒന്നുകൂടെ എഴുതാം. പി അബ്സല്യൂട്ട് ഇസ് ഈക്വൽ ടു പി അറ്റ്മോസ്ഫിയറിക് പ്ലസ് പി ഗേജ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് 5 മീറ്റർ ബിലോ ദി സർഫസ് ഓഫ് എ ലിക്വിഡ്. ഫൈൻഡ് ദ അബ്സല്യൂട്ട് പ്രഷർ അറ്റ് എ ഡെപ്ത് ഓഫ് 5 മീറ്റർ ബിലോ ദി സർഫസ് ഓഫ് എ ലിക്വിഡ്. 5 മീറ്റർ ബിലോ ആയിട്ടുള്ളത്, അതായത് ഇപ്പോൾ സർഫസിൽ നിന്ന് 5 മീറ്റർ ബിലോ ആയിട്ടുള്ള ഒരു പോയിന്റിലെ അബ്സല്യൂട്ട് പ്രഷറാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ബാരോമീറ്റർ റീഡിംഗ് ഓൺ ദി സർഫസ് ഇസ് 750 mm ഓഫ് മെർക്കുറി എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അബ്സല്യൂട്ട് പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം പി അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്കൊരു ഹിൻഡ് തന്നേക്കുന്നതാണ് 750 mm ഓഫ് മെർക്കുറി. ഓക്കെ, 750 mm ഓഫ് മെർക്കുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹൈറ്റ് ആണ്. സോ എച്ച് ആണ് 750 mm തന്നിരിക്കുന്നത്. 750 mm എന്ന് പറയുമ്പോൾ 0.75 മീറ്റർ. ഓക്കെ, 750 mm ഓഫ് മെർക്കുറി എന്ന് പറയുമ്പോൾ ആ ഒരു മെർക്കുറിയുടെ ഹൈറ്റാണ് തന്നിരിക്കുന്നത്. നമ്മൾ അതിൽ നിന്ന് പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ρg h. ഓക്കെ, വാട്ടർ ആയതുകൊണ്ട് നമ്മൾ 1000. അറ്റ്മോസ്ഫിയറിക് പ്രഷർ
മെർക്കുറിയുടെ ആയതുകൊണ്ട് നമ്മൾ 13.6 ഇൻറ്റു 1000 ഇൻറ്റു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി 9.81 ഇൻറ്റു 0.75 ചെയ്യണം. ഓക്കെ, അപ്പോൾ ദെൻ നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കിട്ടും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ വരുന്നുണ്ടാവാം 100.062 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ വരുന്നുണ്ടാവുക. ഇനി നമുക്ക് ഗേജ് പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഗേജ് പ്രഷർ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ഗേജ് പോയിന്റ്. ഈ ഒരു പോയിന്റിലെ പ്രഷർ ഇൻറ്റൻസിറ്റി പ്രഷർ അബ്സൊല്യൂട്ട് പ്രഷറാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. സോ ആ ഒരു പ്രഷറിൽ എത്ര ഗേജ് പ്രഷർ അവിടെ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ, ദെൻ പ്രഷർ ഗേജ് എന്ന് പറയുമ്പോൾ ആ ഒരു ലിക്വിഡിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി നമുക്ക് തന്നേക്കുന്നത് 0.85 ആണ്. സോ അതിൽ നിന്ന് നമുക്ക് ഡെൻസിറ്റി കിട്ടും. ഓക്കെ, 0.85 ഇൻറ്റു 1000 ആണ് അതിൻ്റെ ഡെൻസിറ്റി. ജി 9.81 ആണ്. ഓക്കെ, റോ ജി എച്ചിൽ ഓക്കെ എച്ച് നമുക്ക് 5 മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. 5 മീറ്റർ ബിലോ ആയിട്ടുള്ള പോയിന്റിലെ ഗേജ് പ്രഷറാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ എച്ച് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഗേജ് പ്രഷർ നമുക്ക് വരുന്നുണ്ടാവാം 41.692 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ഗേജ് പ്രഷർ വരുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ദെൻ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്തു, ഗേജ് പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അബ്സൊല്യൂട്ട് പ്രഷർ കിട്ടും. ഈ ഇക്വേഷൻ എങ്ങനെയാണ് വന്നതെന്ന് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ അത് നമുക്കറിയാവുന്നതാണ് ഈ ഒരു ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഗേജ് പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അബ്സൊല്യൂട്ട് പ്രഷർ കിട്ടും. ഓക്കെ, അപ്പോൾ പി അബ്സൊല്യൂട്ട് ഇസ് ഈക്വൽ ടു പി അറ്റ്മോസ്ഫിയറിക് പ്ലസ് പി ഗേജ് ആണ്. നമുക്കിതിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വന്നേക്കുന്നത് 100.062 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ദെൻ ഗേജ് പ്രഷർ വന്നേക്കുന്നത് 41.692 ആണ്. ഇപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അബ്സൊല്യൂട്ട് പ്രഷർ കിട്ടും. വാല്യൂ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, 141.69 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഇക്വേഷൻ അറിയാവുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യനിൽ നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഹിൻഡ് ഓൾറെഡി തന്നിട്ടുണ്ട്. 750 mm ഓഫ് മെർക്കുറി ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്ന് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഗേജ് പ്രഷറാണ്. ഗേജ് പ്രഷർ 5 മീറ്റർ ഡെപ്തിലുള്ള ഗേജ് പ്രഷറാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ നമ്മൾ പ്രഷർ ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷനിൽ റോ ജി എച്ചിൻ്റെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഗേജ് പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അബ്സൊല്യൂട്ട് പ്രഷർ കിട്ടും. ഓക്കെ, ദെൻ 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ 4 മാർക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ 12th ക്വസ്റ്റ്യനിലെ ബി വരുന്നത് A 1 meter wide and 1.5 meter deep rectangular plane surface lies in water in such a way that its plane makes an angle of 30 degree with the free water surface. Okay, അപ്പോൾ നമുക്ക് ഒരു റെക്ടാങ്കുലർ പ്ലെയിൻ സർഫസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അതിൻ്റെ സൈസ് വരുന്നത് 1 മീറ്റർ വൈഡും 1.5 മീറ്റർ ഡീപ്പും. ദെൻ അത് ആ ഒരു പ്ലെയിന് വാട്ടറായിട്ട് 30 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട്, അതായത് ഇതൊരു ഫ്രീ വാട്ടർ സർഫസ് ആണെങ്കിൽ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് ആ ഒരു പ്ലെയിൻ സർഫസ്, റെക്ടാങ്കുലർ പ്ലെയിൻ സർഫസ് പ്ലേസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ടോട്ടൽ പ്രഷറും പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് പ്രഷറുമാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. അതായത് ആ ഒരു പ്ലെയിൻ സർഫസിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ അതിൻ്റെ ആ ഒരു ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ ഒരു ഹിൻറ്റും കൂടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് 1 മീറ്റർ വൈഡ് അപ്പർ എഡ്ജസ് 0.75 മീറ്റർ ബിലോ ദ ഫ്രീ വാട്ടർ സർഫസ്. ഓക്കെ, ജസ്റ്റ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് മാത്രമല്ല, ഫ്രീ സർഫസിൽ നിന്ന് 0.75 മീറ്റർ ബിലോ ആയിട്ടാണ് ആ ഒരു റെക്ടാങ്കുലർ പ്ലെയിൻ പ്ലേസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ദെൻ ഇതാണ് വാട്ടർ സർഫസ് എങ്കിൽ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട്, ഓക്കെ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മുടെ റെക്ടാങ്കുലർ പ്ലെയിൻ പ്ലേസ് ചെയ്തേക്കുന്നത്. ദെൻ അത് 0.75 മീറ്റർ ഡെപ്തിലാണ്, ടോപ്പ് വാട്ടർ സർഫസിൽ നിന്ന് 0.75 മീറ്റർ ഡെപ്തിലാണ് ആ പ്ലെയിൻ സർഫസ് ഇരിക്കുന്നത്.
ഓക്കെ, ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതാണ് അതിൻ്റെ നമ്മൾ സെക്ഷൻ സൈഡ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരാം. ദെൻ അതിൻ്റെ ആ റെക്റ്റാങ്കിളിൻ്റെ ടോപ്പ് വ്യൂ നമ്മൾ ജസ്റ്റ് ടോപ്പ് വ്യൂ നോക്കുമ്പോൾ, അതായത് ഒരു പ്ലെയിൻ സർഫസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട്, വാട്ടർ സർഫസിന് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് അത് ഇരിക്കുന്നത്. സോ നമുക്ക് സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ലൈനായിട്ടാണ് കാണാം. ദെൻ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ നമുക്കതൊരു റെക്റ്റാങ്കിൾ ആയിട്ടാണ് കാണാം. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കിളിന് 1 മീറ്റർ വൈഡും 1.5 മീറ്റർ ഡീപ്പും ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഒരു 1 മാർക്ക്, ഈ ഒരു 10 മാർക്ക് ക്വസ്റ്റ്യനിൽ 1 മാർക്ക് ഈ ഒരു ഫിഗർ വരയ്ക്കുന്നതിനായിരിക്കും. സോ ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ച് ആ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നതെല്ലാം വായിച്ച് ശ്രദ്ധിച്ച് നമുക്ക് ഈ ഒരു ഫിഗർ ഈസി ആയിട്ട് വരയ്ക്കാവുന്നതാണ്. ജസ്റ്റ് ആ ഒരു ഗിവൺ ആയിട്ടുള്ളതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫിഗർ ഈസി ആയിട്ട് വരയ്ക്കാം. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് ടോട്ടൽ പ്രഷർ ഫോഴ്സും പൊസിഷൻ ഓഫ് സെൻട്രൽ പ്രഷറുമാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഗിവൺ എല്ലാം എടുത്തെഴുതാം, എന്തൊക്കെയാണ് ഗിവൺ എന്നുള്ളത് എഴുതാം, സൈസ് ഓഫ് ദി റെക്ടാങ്കുലർ പ്ലെയിൻ എഴുതാം, ദെൻ ഇൻക്ലിനേഷൻ 30 ഡിഗ്രി ആണ്, ദെൻ 0.75 മീറ്റർ ബിലോ ആണ്, ദെൻ വാട്ടർ ആണ് ഇതിൽ ലിക്വിഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ പ്രഷർ ഫോഴ്സ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ρg AH ബാർ ആണ്. വാട്ടർ ആണ്, സോ ഡെൻസിറ്റി 1000 ആണ്. ദെൻ ജി വരുന്നത് 9.81, ദെൻ ഏരിയ വരുന്നത് 1 × 1.5 മീറ്റർ ആണ്. റെക്ടാങ്കുലർ പ്ലെയിൻ ആണെന്ന് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. സോ റെക്ടാങ്കുലർ പ്ലെയിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 × 1.5 മീറ്റർ ആണ്. ഇൻറ്റു എച്ച് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ്. വാട്ടർ സർഫസിൽ നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഇതാണ് റെക്ടാങ്കുലർ പോർഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അതായതൊരു റെക്ടാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത് അതിൻ്റെ ഹാഫ് ഡിസ്റ്റൻസിലായിരിക്കും. അതായത് ഇപ്പോൾ ഒരു 1 മീറ്റർ ആണ് ഇവിടെ ഡെപ്ത് പറയുന്നതെങ്കിൽ 0.5 മീറ്ററിലായിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദെൻ ഈ ഒരു പോയിന്റിലാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത്. ടോട്ടൽ റെക്ടാങ്കുലർ പ്ലെയിൻ്റെ സെൻറ്ററിലായിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിൽ നിന്ന് ഈ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്കുള്ള ഡിസ്റ്റൻസ്, ഓക്കെ, ഈ ഒരു AB എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഇവിടെ നമ്മൾ എക്സ് ബാർ ആണ് യൂസ് ചെയ്തത്. ρg AX ബാർ, എച്ച് ബാറും എക്സ് ബാറും നമ്മൾ യൂസ് ചെയ്യാൻ തെറ്റൊന്നുമില്ല. അതായത് ഇപ്പോൾ F = ρg AX ബാർ എന്ന് പറഞ്ഞാലും എച്ച് ബാർ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യാം. അതായത് തിരിച്ച് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ദെൻ ഇവിടെ എച്ച് ബാർ സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഡിസ്റ്റൻസിന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടാണ് അവിടെ എക്സ് ബാർ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ദെൻ നമുക്ക് എക്സ് ബാർ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ടോട്ടൽ പ്രഷർ ഫോഴ്സിൻ്റെ ഇക്വേഷനിൽ ρg X ബാർ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് AB ഫൈൻഡ് ഔട്ട് ചെയ്യണം. AE വരുന്നത് 0.75 മീറ്റർ ആണ്. ഓക്കെ, 0.75 മീറ്റർ ആണ്. ദെൻ EB ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഇവിടുത്തെ ആംഗിൾ 30 ഡിഗ്രിയാണ്. സോ ഇവിടുത്തെ ആംഗിളും 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് EB വരുന്നുണ്ടായിരിക്കാം. നമ്മൾ സിമ്പിളായിട്ട് ട്രിഗ്നോമെട്രി യൂസ് ചെയ്യുമ്പോൾ sin 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. സോ EB/BC ആണ്. ഓക്കെ, BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 1.5ൻ്റെ ഹാഫ് ആണ്. ഓക്കെ, 1.5/2 0.75 മീറ്റർ ആണ് വരാം. ഓക്കെ, അപ്പോൾ BC എന്ന് പറയുന്നത് 0.75 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ EB = BC × sin 30. BC നമ്മൾ പറഞ്ഞു 0.75 ആണെന്ന്. സോ 0.75 × sin 30. അപ്പോൾ നമുക്ക് EBയുടെ വാല്യൂ കിട്ടും. ഓക്കെ, EBയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ദെൻ പ്ലസ് 0.75 ചെയ്താലാണ് നമുക്ക് ടോട്ടൽ ആ ഒരു എക്സ് ബാർ കിട്ടാം. ഓക്കെ, അപ്പോൾ നമുക്ക് EBയുടെ വാല്യൂ വരുന്നത് ഓക്കെ, ടോട്ടൽ ഈ ഒരു എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ബാർ = 0.75 പ്ലസ് ഈ ഒരു ഡിസ്റ്റൻസ് 0.75 × sin 30. sin 30യുടെ വാല്യൂ 1/2 ആണ്. സോ 0.75 പ്ലസ് 0.75/2 ചെയ്യുമ്പോഴാണ് നമുക്ക് ആ എക്സ് ബാർ കിട്ടുന്നത്. സോ എക്സ് ബാറിൻ്റെ വാല്യൂ വരുന്നുണ്ടാവുക 1.125 മീറ്റർ ആണ്. ഓക്കെ, ദെൻ നമ്മൾ എക്സ് ബാർ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ
എഫ് ഇസ് ഈക്വൽ ടു റോ ജി എക്സ് ബാർ എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ പ്രഷർ ഫോഴ്സ് കിട്ടും. സോ അതിൻ്റെ വാല്യൂ വരുന്നുണ്ടാവാം 16.554 കിലോ ന്യൂട്ടൺ ആണ് അതിൻ്റെ വാല്യൂ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് ആ പ്രഷർ ഫോഴ്സിലേക്കുള്ള ഡിസ്റ്റൻസും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അതാണ് ഈ ഒരു ഈ എച്ച് ബാർ എന്ന് പറയുന്നതാണ് ടോട്ടൽ പ്രഷർ ഫോഴ്സിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെ ആക്ട് ചെയ്യാണ്. സോ നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യാണ് സെൻറ്റർ ഓഫ് പ്രഷർ, ആ ഒരു പ്രഷറിൻ്റെ ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലായിരിക്കും. നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യാണ്. ദെൻ അപ്പം എച്ച് ബാർ എന്ന് പറയുന്നതാണ് സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, അതായത് എച്ച് സ്റ്റാറിന് നമുക്ക് യൂസ് ചെയ്യാം, എച്ച് ബാറിന് നമുക്ക് യൂസ് ചെയ്യാം. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് നമ്മൾ മാർക്ക് ചെയ്യണതിനനുസരിച്ച് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ടേം മാറ്റി എഴുതിയാൽ മതി. എച്ച് സ്റ്റാറാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് പ്രഷർ ഈസ് ഈക്വൽ ടു എച്ച് സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മൾ സോൾവ് ചെയ്യുക. എച്ച് ബാറാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ സെൻറ്റർ ഓഫ് പ്രഷർ എച്ച് ബാർ എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യാം. പല ടെക്സ്റ്റ് ബുക്കിലും പല ടേംസ് ആണ് യൂസ് ചെയ്യുക. നമുക്ക് ഏതാണ് കൂടുതൽ എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എച്ച് സ്റ്റാറിൻ്റെ ഇക്വേഷൻ വരുന്നത് ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഈ ഒരു പോയിന്റിലാണ് ആക്ട് ചെയ്യണതെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ടോപ്പിൽ നിന്ന് വാട്ടർ സർഫസിൽ നിന്ന് പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ. അതാണ് ഇവിടെ എച്ച് സ്റ്റാറിന് നമ്മൾ എടുത്തത്. ഓക്കെ, അപ്പോൾ എച്ച് സ്റ്റാർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ആദ്യം നമ്മൾ ഐ ജി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഐ ജി ഈസ് ഈക്വൽ ടു റെക്റ്റാങ്കുലർ ആണ്. സോ റെക്റ്റാങ്കിളിൻ്റെ ഐ ജി വരുന്നത്, അതായത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ വരുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്രെഡ്ത്ത് വരുന്നത് 1 ആണ്, ഡെപ്ത് വരുന്നത് 1.5 ആണ്. ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കിട്ടും. സോ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയുടെ വാല്യൂ വരുന്നുണ്ടാവാം, സോറി ബി ഡി ക്യൂബാണ് കേട്ടോ, ബി ഡി ക്യൂബ്. ഐ ജി മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് റെക്റ്റാങ്കുലറിൻ്റെ ഇക്വേഷൻ വരുന്നുണ്ടാവുക ബി ഡി ക്യൂബ് ബൈ 12 ആണ്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബ്രെഡ്ത്ത് 1ഉം 1.5 ആണ് ഡെപ്തും. സോ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ക്യൂബ് ബൈ 12 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി റെക്റ്റാങ്കുലർ പ്ലെയിൻ കിട്ടും. സോ അതിൻ്റെ വാല്യൂ വരുന്നത് 0.281 മീറ്റർ റേസ് ടു 4. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയുടെ യൂണിറ്റ് മീറ്റർ റേസ് ടു 4 ആണ്. ഓക്കെ, ദെൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.281 ഇൻറ്റു സൈൻ 30 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഏരിയ വരുന്നത് 1 ഇൻറ്റു 1.5. ഓക്കെ, ഇൻറ്റു എച്ച് ബാർ. എച്ച് ബാർ നമ്മൾ തൊട്ട് മുമ്പ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്, 1.125 ആണ്. 1.125 പ്ലസ് എച്ച് ബാർ ആണ് 1.125. ഓക്കെ, എച്ച് ബാറിന് ഉദ്ദേശിച്ചത് എക്സ് ബാർ, ഇവിടെ എക്സ് ബാർ ആണ് എച്ച് ബാർ ആയിട്ട് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ then നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഡെപ്ത് കിട്ടും. വാല്യൂ വരുന്നുണ്ടാവാം 1.166 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യം നമുക്കൊരു റെക്റ്റാങ്കുലർ പ്ലെയിൻ സർഫസ് ആണെന്ന് പറഞ്ഞു. ദെൻ അത് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് 0.75 മീറ്റർ ബിലോ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ടോട്ടൽ പ്രഷറും പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് പ്രഷറും ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ടോട്ടൽ പ്രഷറിൻ്റെ ഇക്വേഷൻ റോ ജി എ എക്സ് ബാർ. ഓക്കെ, നമ്മൾ റോ ജി എ എച്ച് ബാർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, ഇതാണ് എച്ച് ബാർ, ഇത് എച്ച് സ്റ്റാർ, അങ്ങനെ മാറ്റി യൂസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ റോ ജി എ എച്ച് ബാർ ടോട്ടൽ പ്രഷർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ടോട്ടൽ പ്രഷർ ഫോഴ്സ് 16.554 കിലോ ന്യൂട്ടൺ കിട്ടും. ദെൻ ആ ഒരു ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് എച്ച് സ്റ്റാർ ഇസ് ഈക്വൽ ടു ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ
നമുക്ക് ഓക്കെ ഐ ജി ആണ് നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഐ ജി എന്ന് പറയുമ്പോൾ റെക്ടാങ്കുലർ സർഫസിന് ഐ ജി വരുന്നത് BD³/12 ആണ്. സോ നമ്മളത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കിട്ടും. ഓക്കെ, മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ വരുന്നത് 0.281 m/4 ആണ്. ദെൻ നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് H*, അതായത് സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഡിസ്റ്റൻസ് കിട്ടും. ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് കിട്ടും. അത് വരുന്നത് 1.166 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിലെ എല്ലാ ക്വസ്റ്റ്യനും സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ മൊഡ്യൂൾ 2-ലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.